വീണ്ടും ഒരു 2 ദിവസത്തെ യാത്ര. പക്ഷേ ഒരു വ്യത്യാസം, ഞങ്ങളുടെ കഴിഞ്ഞ യാത്രകളിലൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന നിയാസിന്റെ ഫാമിലി അല്ല ഇപ്രാവശ്യം. മുൻപ് ഞങ്ങൾ കിസൈസിൽ താമസിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വില്ലയിലെ നെയ്ബേഴ്സ് ആയ അഫീസിന്റെയും അനിയുടെയും ഫാമിലിയാണ് ഇത്തവണത്തെ യാത്രയിൽ. യാത്രകൾ വളരെ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതും ഒമാനോട് ചേർന്ന് കിടക്കുന്നതും അജ്മാന്റെ ഭാഗവുമായ അൽ ജാസിർ എന്ന സ്ഥലത്തുള്ള ഒരു സ്പോട്ടാണ്. ഏകദേശം 150 കിലോമീറ്ററോളമുള്ള യാത്ര മലനിരകൾക്കിടയിലൂടെയും മരുഭൂമിയോടും ചേർന്നായതിനാൽ ഒരിക്കലും മുഷിപ്പ് തോന്നില്ല. ഓവർനൈറ്റ് സ്റ്റേ ആണ് ഉദ്ദേശം. നല്ലൊരു പ്ലേസ് കിട്ടാൻ ഞങ്ങൾ ഉച്ചയ്ക്ക് 2 മണിയോടെ തന്നെ അവിടെ എത്തിച്ചേർന്നു. അനിയുടെ ഫാമിലി പയ്യെ പുറപ്പെടും. എന്നാലും കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ അപ്പോഴേക്കും ബുക്ക് ചെയ്തിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത ലൈറ്റൊക്കെ ഇട്ട ഒരു നല്ല ഷെഡ് കിട്ടി. അവർ വരാൻ ഇനിയും ഒരുപാട് സമയമുണ്ട്. അതിനിടയിൽ അവിടേക്ക് ചുറ്റിക്കറങ്ങാൻ തീരുമാനിച്ചു. നേരം ഇരുട്ടി തുടങ്ങി. ഞങ്ങൾ കൊണ്ടുവന്ന ഡെക്കറേഷൻ ലൈറ്റ് ഒക്കെ ഇട്ട് ഞങ്ങളുടെ ഷെഡിനെ അലങ്കരിച്ചു. അതിനിടയിൽ അനിയും ഫാമിലിയും എത്തിച്ചേർന്നു. അടുത്തിടെ കുറെ ചിക്കൻ ബാർബിക്യൂ ചെയ്ത് അതിനോട് തൽക്കാലത്തേക്ക് വിട പറഞ്ഞിരുന്നു. പകരം ബിരിയാണി വെച്ച് കൊണ്ടുവന്നിരുന്നു. പിന്നെ കുറച്ച് ഫിഷ് മസാല ഇട്ടിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ബിരിയാണിക്ക് കഴിച്ച് രാത്രി 1 മണിയാകുമ്പോൾ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ തുടങ്ങി. സഹ്യമായ തണുപ്പാണ്. പിന്നെ ചിക്കൻ സോസേജ്, പൈനാപ്പിൾ ഗ്രിൽ, സ്വീറ്റ് കോൺ ഗ്രിൽ, അങ്ങനെ. സമയം വെളുപ്പിന് 4 മണിയോടെടുത്തു. ഇനി അല്പം വിശ്രമം. വീണ്ടും അതിരാവിലെ എഴുന്നേറ്റു. ഒരു തീയൊക്കെ ഇട്ട് ഞാനും ആദമും തണുപ്പകറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവരും എഴുന്നേറ്റ് വന്നു. ഫ്രഷ് ആയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അടുത്തുള്ള ഡാമൊക്കെ ചുറ്റിക്കറങ്ങാൻ തീരുമാനിച്ചു.
തിരിച്ചു വന്ന് ബാക്കിയുള്ള സ്വീറ്റ് കോൺ ഗ്രിൽ ചെയ്ത് കഴിച്ചു. അപ്പോഴേക്കും ഉച്ചയ്ക്ക് 2 മണിയായിരുന്നു. അങ്ങനെ അൽജാസിർ ഡാമിനോട് ഗുഡ് ബൈ പറയേണ്ട സമയമായി. അവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു. വളരെയധികം ആസ്വദിച്ചൊരു സ്റ്റേ ആയിരുന്നു ഇത്. UAE പോലെയുള്ള രാജ്യത്ത് താമസിക്കുമ്പോഴുള്ള വേറിട്ടൊരു അനുഭവമാണിത്. പല ജില്ലകളിൽ കുറെ കൂട്ടുകാർ, അതും ഇവിടെ വെച്ച് കണ്ടുമുട്ടിയവർ, അവരും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ. പുതിയൊരു ട്രാവൽ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.